കുമ്പക്കുടി സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനാണ് സമ്മർദ്ദം. എന്നാൽ ഇന്നും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളായി കുപ്പായമിട്ട് നടക്കുന്നവർ എല്ലാവരും വിറങ്ങിലിച്ച ഒരു ദിവസമുണ്ടായിരുന്നു. 2021 മെയ് 2-ാം തീയതി പിണറായി വിജയൻ എന്ന കേരള രാഷ്ട്രീയത്തിൽ അക്രമ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലൻ ചരിത്രത്തിലാദ്യമായി CPM-ന്റെ മുഖ്യമന്ത്രി പദത്തിൽ തുടർച്ചയായി 2-ാം തവണയും വിജയിച്ചു വന്ന ദിവസം. പേരിന് പോലും ഒരു കോൺഗ്രസുകാരൻ ഇനി പൊതുരംഗത്തുണ്ടാകാത്ത തരത്തിൽ ഭീകരമായിരിക്കും പിണറായിയുടെ 2-ാം ഭരണമെന്ന് ഉറപ്പിച്ച നിമിഷം വാടിക്കൽ രാമകൃഷ്ണനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി അരനൂറ്റാണ്ടിന് ശേഷം TP ചന്ദ്രശേഖരനെ കൊന്നതിലുമുണ്ടെന്ന് കേരളം പറഞ്ഞൊരാൾ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി 2 പ്രാവശ്യം സ്ഥാനാരോഹിതനായപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെച്ച് സംരക്ഷിച്ചവന്റെ പേരാണ് സുധാകരൻ. അധ്യക്ഷനായി അധികാരമേറ്റെടുത്തതിനു ശേഷം ഒരൊറ്റ കോൺഗ്രസുകാരൻ CPM-നെ ഭയന്നിട്ടില്ല. ഒരൊറ്റ KSU-കാരൻ ക്യാമ്പസിൽ തല്ലും കൊണ്ട് വെറും കൈയോടെ തിരിച്ചു പോയിട്ടില്ല. ക്യാമ്പസുകൾ ഓരോന്നോരോന്നായി പിടിച്ചെടുത്തതേയുള്ളൂ. കള്ളക്കേസിൽ കുടുക്കിയപ്പോൾ ഒരൊറ്റ പ്രതിയും മാളത്തിൽ ഒളിച്ചിട്ടില്ല. ഏത് അക്രമത്തിനു മുകളിൽ തീർത്ത വൻമതിലായിരുന്നു സുധാകരൻ. 100 ആൻഡോമാരെ വെച്ച് തുലാഭാരം നടത്തിയാലും തട്ട് താഴ്ന്നു തന്നെ ഇരിക്കുന്ന ഒരു മഹാകവചമായിരുന്നു കുമ്പക്കുടി സുധാകരൻ. പുറത്താക്കാൻ നോക്കുന്നവർ അത് മറക്കരുത്.